ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഒരു അമ്പരിപ്പിക്കുന്ന വാർത്ത. ഇന്ത്യൻ ക്രിക്കറ്റ് താരം പാകിസ്ഥാൻ ബാറ്റ്സ്മാന്റെ ഷൂലേസ് കെട്ടിക്കൊടുത്തു. കേട്ടപാടെ പാകിസ്ഥാനിലെ ചില കോണുകളിൽ നിന്നുള്ള പ്രതികരണം ഇതാണ്: ഇതാ ഇന്ത്യ മുട്ടുകുത്തി ഞങ്ങളുടെ കാല് പിടിച്ചു എന്നാണ് സത്യം. പാകിസ്ഥാൻ കളിക്കാരുമായി കൈകൊടുക്കാൻ വിസമ്മതിക്കുന്ന ഇന്ത്യ ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നത് ഒരു ഇരട്ടത്താപ്പാണോ? BCCIയുടെ വിലക്ക് ലംഘിച്ച ഇന്ത്യൻ താരം എന്തിനാണ് പാകിസ്ഥാൻ കളിക്കാരനെ സഹായിച്ചത്? നമുക്കറിയാം, ഇന്ത്യ പാക് ക്രിക്കറ്റ് മാച്ച് എന്നത് വെറുമൊരു കളിയല്ല, വൈകാരികമായ ഒരു യുദ്ധമാണ് ഇരു രാജ്യങ്ങൾക്കും. ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് മുട്ടുകുത്തിയത് എന്ന് നമുക്ക് നോക്കാം. അണ്ടർ-19 ഏഷ്യ കപ്പിലാണ് സംഭവം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം. ക്രിക്കറ്റ് മൈതാനത്ത് പാകിസ്ഥാൻ കളിക്കാരോട് സൗഹൃദപരമായ ഇടപെടലുകൾ വേണ്ട എന്ന് BCCI ഉൾപ്പെടെയുള്ള ബോർഡുകൾ കളിക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നിൽ ശക്തമായ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ കളിക്കാരുമായി ഹസ്തദാനം ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് ഇത് ഇന്ത്യൻ ടീമിന്റെ പൊതുനയമായി തന്നെ മാറി. ICC വനിതാ ലോകകപ്പിലും റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിലുമെല്ലാം ഇന്ത്യ ഈ നിലപാട് തുടർന്നു. എന്നാൽ ഈ പതിവ് തെറ്റിച്ച് അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഒരു കാഴ്ച കണ്ടു. പാകിസ്ഥാൻ ബാറ്റിംഗ് ഇന്നിംഗ്സിനിടെ പാക് ബാറ്റ്സ്മാൻ ഹുസൈഫ അഹ്സൻ ഷൂലേസുകൾ സ്വന്തമായി കെട്ടാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഇന്ത്യൻ പേസർ കിഷൻ കുമാർ സിംഗ് യാതൊരു മടിയുമില്ലാതെ ഈ താരത്തെ സഹായിച്ചു. അദ്ദേഹം മുട്ടുകുത്തിയിരുന്ന ഹുസൈഫയുടെ ഷൂലേസ് കെട്ടിക്കൊടുത്തു. നിമിഷ നേരം കൊണ്ട് ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി. പാകിസ്ഥാൻ ആരാധകർ പോലും കിഷൻ കുമാറിന്റെ സ്പോർട്സ്മാൻഷിപ്പിനെ പ്രശംസിച്ചു. എന്നാൽ ചില പാക് ഹാൻഡിലുകൾ ഇത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്കായി ഉപയോഗിച്ചു. ഇന്ത്യക്കെതിരെയുള്ള രാഷ്ട്രീയ അജണ്ടയ്ക്കായി. കൈ കൊടുക്കില്ല, പക്ഷേ ഷൂലേസ് കെട്ടിക്കൊടുക്കും, എന്തൊരു ഇരട്ടത്താപ്പാണ് എന്നായിരുന്നു അവരുടെ ഒരു പരിഹാസം. ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ മുട്ടുകുത്തി എന്ന് വരുത്തി തീർക്കാനുള്ള പാക് പ്രചാരണമായിരുന്നു ഇത്. ഇവിടെയാണ് നാം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കളിക്കാർ പാക് താരങ്ങളുമായി ഹസ്തദാനം ചെയ്യുന്നത് ഒഴിവാക്കുന്നത്? ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നിരപരാധികളുടെ ജീവനെടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിനെ പാകിസ്ഥാൻ കളിക്കാർ കളിക്കളത്തിൽ ആഘോഷിച്ചതിന് തുല്യമായ ചില ആംഗ്യങ്ങൾ കാണിച്ചു. നമ്മളിതെല്ലാം ഏഷ്യ കപ്പിൽ കണ്ടതാണ്. അതിൽ പ്രതിഷേധിച്ചാണ് അന്ന് മാച്ചിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാക് കളിക്കാർക്ക് കൈ കൊടുക്കില്ല എന്ന് തീരുമാനമെടുത്തത്. പാക് ടീമിന് കൈകൊടുക്കില്ല എന്ന നയം ഒരു ദേശീയ പ്രതിഷേധമാണ്. രാജ്യത്തിന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയ ഒരു ടീമുമായി സൗഹൃദം വേണ്ട എന്ന ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ്. എന്നാൽ ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നത് ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ബോധം കെട്ട് വീണ കളിക്കാരന് വെള്ളം കൊടുക്കുന്നതും, അല്ലെങ്കിൽ മസിൽ ക്രാമ്പ് വന്നാൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതും, അല്ലെങ്കിൽ നിരന്തരം അഴിഞ്ഞു പോകുന്ന ഷൂലേസ് കാരണം ബുദ്ധിമുട്ടുന്ന ബാറ്റ്സ്മാന് ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നതുമെല്ലാം കേവലം കളിക്കളത്തിലെ മാനുഷിക പരിഗണന മാത്രമാണ്. കളിക്കളത്തിലെ ഇത്തരം സഹായങ്ങൾ ഇന്ത്യ പാക് മത്സരങ്ങളിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. വിരാട് കോഹ്ലിയും യുസ്വേന്ദ്ര ചാഹലുമെല്ലാം പാക് താരങ്ങൾക്കായി പന്തെറിഞ്ഞ് നൽകുന്ന വേളകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാക് താരങ്ങൾ മറിച്ചും ചെയ്തിട്ടുണ്ട്. യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഇന്ത്യ പാകിസ്ഥാന് സിന്ധു നദിയുടെ വെള്ളം നൽകിയിട്ടുണ്ട്, ഭക്ഷ്യ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കേവലം മാനുഷിക പരിഗണന കൊണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണിത്. മാനുഷികത കാണിക്കുമ്പോൾ അത് മുട്ടുകുത്തലായി വ്യാഖ്യാനിക്കുന്നത് പാക് പ്രൊപ്പഗണ്ടയുടെ ഒരു ഭാഗമാണ്. അവരതെന്നും ചെയ്തിട്ടുണ്ട്. ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നതിലൂടെ കിഷൻ കുമാർ സിംഗ് ലംഘിച്ചത് BCCIയുടെ ഒരു ഇടപെടൽ വിലക്ക് തന്നെ ആയിരിക്കാം. പക്ഷേ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് കായിക ലോകം അംഗീകരിക്കുന്ന സ്പോർട്സ്മാൻഷിപ്പ് എന്ന ഒരു മൂല്യമാണെന്നുള്ള കാര്യം ഓർക്കണം. കളിക്കളത്തിൽ മുട്ടുകുത്തി നിന്നത് ഒരു സഹതാരത്തെ സഹായിക്കാനാണ്, അല്ലാതെ പാകിസ്ഥാന്റെ മുന്നിൽ കീഴടങ്ങാനല്ല. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കളിക്കളത്തിൽ മാനുഷികത കാണിച്ചതിനൊപ്പം തന്നെ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒട്ടും പിന്നിൽ പോയില്ല. പാകിസ്ഥാനെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. ഏകപക്ഷീയമായ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 90 റൺസിനാണ് തകർത്ത് വിട്ടത്. അതുകൊണ്ട് കളിക്കളത്തിൽ ആരാണ് മുട്ടുകുത്തിയത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത്. മാനുഷിക പരിഗണനയിലും കളിയുടെ മികവിലും ലോകത്തിന് മാതൃക കാണിച്ച് ഇന്ത്യ തലയുയർത്തി തന്നെ നിന്നു. കിഷൻ കുമാർ സിംഗ് മുട്ടുകുത്തിയത് ഹൃദയം കൊണ്ടാണ്, രാജ്യത്തിന്റെ അഭിമാനം കൊണ്ടല്ല. അതൊരു പാകിസ്ഥാൻ ദേശീയവാദിക്ക് മനസ്സിലാകാത്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.